വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. നമുക്കറിയാം PHP എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഡ് റീയൂസബിലിറ്റി ആണ്. കാരണം നമ്മൾ വൺസ് ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കോഡാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലായിടത്തും നമ്മൾ പോയി മാറ്റേണ്ടതായിട്ട് വരും. എന്നാൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നമ്മൾ എവിടെയാണോ അത് മെയിൻ ആയിട്ട് എഴുതിയിരിക്കുന്നത് അവിടെ മാത്രം നമുക്കത് പോയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റും. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കോഡ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കൺസെപ്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന് ക്ലാസ് ആണ്, രണ്ടാമത്തേത് ഒബ്ജക്റ്റ് ആണ്. ക്ലാസ് ഒബ്ജക്റ്റും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ ആ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ് എഴുതുന്നത് നമുക്ക് നോക്കാം. നമ്മൾ PHP യിൽ ഒരു ക്ലാസ് എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. ദെൻ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ക്ലാസിന്റെ പേര് എംപ്ലോയി, ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മളൊരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു എംപ്ലോയിയുടെ പേരുണ്ടാവും, എംപ്ലോയിയുടെ സാലറി ഉണ്ടാവും, അങ്ങനെ കുറച്ച് ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റ എല്ലാം നമ്മളിവിടെ ഒരു വേരിയബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പബ്ലിക് എന്ന് പറയുന്ന കീവേഡ് ഡോളർ നെയിം, നമുക്ക് എംപ്ലോയിയുടെ നെയിം സ്റ്റോർ ചെയ്യാനായിട്ട് ഡോളർ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. ദെൻ പബ്ലിക് ഡോളർ സാലറി, സാലറി സ്റ്റോർ ചെയ്യാനായിട്ട് സാലറി എന്ന് പറയുന്ന ഒരു വേരിയബിളും എടുത്തു. ഇവിടെ ഈ പബ്ലിക് എന്ന് പറയുന്നത് ആക്സസ് മോഡിഫയർ എന്നാണ് പറയുന്നത്. നമുക്കിത് പബ്ലിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സിന് വെളിയിൽ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു വേരിയബിൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി പ്രൈവറ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു ക്ലാസ്സിനുള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു വേരിയബിൾ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളിപ്പം രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് അതായത് നമ്മൾ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ എഴുതുന്ന ഫങ്ഷൻസിനെ നമ്മൾ വിളിക്കുന്നത് മെത്തേഡ് എന്നാണ്. ഞാൻ ഈ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ദെൻ പബ്ലിക് ഫംഗ്ഷൻ, നമുക്കറിയാം ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. ഷോ ഡീറ്റെയിൽസ്, ഷോ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിവിടെ എഴുതി. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതി നമുക്ക് അതിനകത്ത് നമുക്ക് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളർ ദിസ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യും. കാരണം ഈ ഡോളർ ദിസ് എന്ന് പറയുന്ന കീവേഡ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്കൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ആ കറണ്ട് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളർ ദിസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം എക്കോ ഡോളർ ദിസ് ഡോട്ട് നെയിം, നെയിം പ്രിന്റ് ചെയ്യാനായിട്ട് എക്കോ ഡോളർ ദിസ് ഡോട്ട് നെയിം. ദെൻ നമ്മൾ സാലറി പ്രിന്റ് ചെയ്യാനായിട്ട് എക്കോ ഡോളർ ദിസ് ഡോട്ട് സാലറി. അപ്പൊ ഇതാണ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ് എംപ്ലോയിയുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. എംപ്ലോയിയുടെ നെയിം സാലറി സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇതിന് നമ്മൾ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫങ്ഷൻസ് നമ്മൾ എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റ് ആണ്. അതായത് ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളർ E1, അതായത് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ പേരാണ് E1 എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ് ന്യൂ. ന്യൂ എന്ന് പറയുന്ന കീവേഡ്. ദെൻ നമ്മൾ ക്ലാസിന്റെ പേര്, നമ്മുടെ ക്ലാസിന്റെ പേര് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ഇപ്പം E1 എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, നമുക്കത് റീയൂസബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മൾ E1 എന്ന് പറയുന്ന ഡോളർ
E1 ഡോട്ട് നെയിം. E1 എന്ന് പറയുന്ന ഒരു E1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തേക്ക് നമ്മൾ നെയിം എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പാസ് ചെയ്യാൻ പോവാണ്. പേര് ജോൺ. ജോൺ എന്ന് പറയുന്ന പേര് ഞാൻ എന്ത് ചെയ്തു, പാസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സാലറിയും E1 ഡോട്ട് സാലറി എന്നുള്ള ഇതും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സാലറി SALRY സാലറി 10,000 ഞാൻ സാലറി പാസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്നുകൊണ്ട് $E1 ഡോട്ട് ഷോ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫംഗ്ഷന്റെ പേര് ഷോ ഡീറ്റെയിൽസ് എന്നാണ്. ആ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂസ് കിട്ടുന്നതാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ് ചെയ്യുന്നത് നമ്മൾ നെയിമും സാലറിയും റിസീവ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. നമ്മൾ ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ച് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, $E1. ആ ഒബ്ജക്റ്റിനകത്തേക്ക് നമ്മൾ നെയിമും സാലറിയും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ജോൺ 10,000 എന്ന് പറഞ്ഞ് കിട്ടിയത്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ക്ലാസ്സിന് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാനിപ്പം E1 എന്നുള്ളതെല്ലാം മാറ്റിയിട്ട് E2 എന്നാക്കി. E2. അപ്പൊ നമ്മൾ E1 എന്നുള്ളത് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ്, E2 എന്ന് പറയുന്നത് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസിന്റെ വേറൊരു ഒബ്ജക്റ്റ്. ഞാനിവിടെ ഇതിന്റെ പേര് അനിൽ എന്ന് കൊടുത്തു, സാലറി എന്ന് പറയുന്നത് 20,000 കൊടുത്തു. എന്നിട്ട് ഞാനിത് റൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ജോൺ 10,000 കിട്ടി, അനിൽ 2,000 എന്നുള്ളത് കിട്ടി. നമുക്കിത് നെക്സ്റ്റ് ലൈനിൽ വരാനായിട്ട് എക്കോ ഡബിൾ കോട്സിനുള്ളിൽ BR എന്നുള്ള ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നെക്സ്റ്റ് ലൈനിലായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ E1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തേക്ക് നമ്മൾ നെയിമും സാലറിയും നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. അതിനായിട്ട് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വിളിക്കുന്നതാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഈ കൺസ്ട്രക്ടർ വർക്ക് ആവും. അങ്ങനെയാണ് അതിന്റെ രീതി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്കിപ്പം ഈ E1 ഡോട്ട് നെയിം E1 ഡോട്ട് സാലറി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിളിക്കാതെ തന്നെ നമുക്കത് പാരാമീറ്റർ ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ഫംഗ്ഷൻ, അത് ഒരു ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് 2 അണ്ടർസ്കോർ ദെൻ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് വാല്യൂസ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുമല്ലോ. അപ്പൊ ഞാനിവിടെ $നെയിം കോമ സാലറി എന്ന് പറയുന്ന 2 വാല്യൂസ് ഞാനിവിടെ റിസീവ് ചെയ്തു. അതിവിടെ റിസീവ് ചെയ്തു. ദെൻ ഞാനിവിടെ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു വേരിയബിൾ ഉണ്ട് പബ്ലിക് $നെയിം പബ്ലിക് സാലറി എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് ഇവിടുന്ന് ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ റിസീവ് ചെയ്യുന്നത് ഇതിലേക്ക് അസൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് $this നമ്മൾ കറണ്ട് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നു. $this ഡോട്ട് നെയിം $this ഡോട്ട് നെയിം ഈക്വൽ ടു $നെയിം $this ഡോട്ട് നെയിം ഈക്വൽ ടു $നെയിം. അതായത് ഈ വന്നിരിക്കുന്ന $നെയിം എന്ന് പറയുന്ന വാല്യൂ ആണ് ഇത്. ഇത് എന്ന് പറയുന്നത് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ $നെയിമിലേക്ക് ഈ വാല്യൂ കയറ്റി വെക്കുന്നതാണ് ഈ ഒരു കോഡ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, സാലറി സെയിം രീതിയിൽ തന്നെ നമ്മൾ സാലറിയും സ്റ്റോർ ചെയ്തു. സാലറി നമ്മൾ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്തു. ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത് കൺസ്ട്രക്ടറിലേക്ക് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്തു. അത് നമ്മൾ നമ്മുടെ വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എംപ്ലോയി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ജോൺ കോമ 10,000 കൊടുത്തു. അതുപോലെ തന്നെ അനിൽ
അനിൽ, കോമ 20,000 എന്ന് കൊടുത്തു. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അൺഡിഫൈൻഡ് വേരിയബിൾ ഡോളർ സാലറി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ സാലറി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് SALARY എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ SALARY എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് എറർ ആയിട്ട് അടിച്ചത്. ഇപ്പൊ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിന് E1 E2 എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് നമുക്ക് അപ്പം തന്നെ പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്തു. അത് നമ്മൾ കൺസ്ട്രക്ടറിൽ റിസീവ് ചെയ്തു. ആ വാല്യൂസ് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ക്ലാസ് എന്നുള്ളതും എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളതും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്